ആ വന്നൂല രണ്ട് ഗോപാലന്മാരും. വേണുഗോപാലിന്റെ കാര്യം പറയുന്ന നാവ് ഇപ്പൊ വടക്കേ ഉള്ളൂ. മടങ്ങി കിട്ടിയോ? ശശാങ്കൻ സാറിന്റെ നാവ് മടങ്ങി കിട്ടാൻ ഇത്തിരി പ്രയാസാണേ. ഒടിയേ ഉള്ളൂ, വളയില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വേണുഗോപാൽ സാർ ഇങ്ങനെ ഉപായത്തിൽ നടന്നാൻ പറ്റില്ല. എന്താ? ജോലി കിട്ടിയതിന്റെ വക കിട്ടിയിട്ടില്ല. കല്യാണത്തിന് സ്പെഷ്യൽ വക ഇതുവരെ കിട്ടിയിട്ടില്ല. ശമ്പളം വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെയല്ലേ ചെലവ്. തനിക്ക് എന്തോടോ പൈസക്ക് വിഷമം? അളിയന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞാ പോരെ? അത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിരിക്കാം. വേണുവിന് എത്ര വേണം പറ. ബാങ്കിലിട്ട പോലല്ലേ തനിക്ക് കടം തന്നാലേ. എന്നാ വൈകണ്ട, ഇന്ന് വൈകുന്നേരം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അഗ്രീഡ്. ഇന്ന് ശ്രീമതിയുടെ പിറന്നാളും കൂടിയാണ്. വൈകുന്നേരം സവേരയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ എന്തിനും റെഡി. ആയിക്കോട്ടെ. ഓക്കെ എന്ന് പോവാ. 2 ബലൂണും കൂടി കിട്ടിയ ഞാൻ ഇവിടെ ഉത്സവാക്കും. വെടിക്കെട്ട് വേറി. ആഹാ. അല്ല, എന്താ ഇതൊക്കെ? അമ്മൂന്റെ പിറന്നാളല്ലേ, കുറച്ച് കേമായിക്കോട്ടെന്ന് കരുതി. ആ പിന്നെ കളക്ടർ ടിവിയിലുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഫോൺ ചെയ്യാൻ മറക്കണ്ട. ശരി. അമ്മോ, അമ്മോ. വരണ വേണോട്ടാ. ആ, കണ്ണടച്ചു പിടിച്ചു വരണേ. ഞാൻ പറയുമ്പോഴേ തുറക്കാവൂ. അപ്പൊ ഞാൻ വീഴില്ലേ? നീ വീഴൊന്നുമില്ല. ഇങ്ങ് വാ പെണ്ണേ. ആ, വാ വാ വാ. കണ്ണടച്ചു പിടിച്ചു വന്നേ, പറ്റിക്കരുത് തന്നെ. ആ, ഇനി തുറന്നോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു കണി കാണല്? ഇതെങ്ങനെയുണ്ട്? ഓ, ഇതോ? ദേ ഇത് കണ്ടോ, നന്ദ വാങ്ങിത്തന്ന. അതിനൊക്കെ നല്ലല്ലേ ഇത്? ഇതിനൊരു നരപ്പുണ്ട്. അയ്യോ, വേണോട്ടിന് വിഷമായോ? സാരല്ല, ഇനി നമുക്ക് വെള്ളച്ചി കൊടുക്കാം. ഞാൻ വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെന്ന് പരിഭവം പറഞ്ഞ് നടക്ക വെള്ളച്ചി. വെള്ളച്ചിക്ക് വേണ്ടിട്ടല്ല, തനിക്ക് വേണ്ടിട്ട് കൊണ്ടുവന്ന ഞാൻ. നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴേക്കും നന്ദൻ ഇത് കൊണ്ടുവന്നല്ലോ. ഇനി എന്താ ചെയ്യാ? വരി, നമുക്ക് താഴത്തേക്ക് പോവാം. അവിടെ എല്ലാരും കാത്തു വെക്കാ. താഴത്തേക്കല്ല, നമ്മൾ പുറത്തേക്ക് പോവാണ്. സവേരയിൽ ഞാൻ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിലെ 3 കൂട്ടുകാരൊക്കെ അവിടെ വരും. സവേരയിലോ? അപ്പൊ ഇവിടുത്തെ പാർട്ടിയോ? ഇവിടുത്തെ പാർട്ടി ഇവര് നടത്തും. നീ വന്നേ. നന്ദന്റെ സമ്മതം ഇല്ലാണ്ട് വരാൻ എനിക്ക് പേടിയാ വേണോട്ടാ. അവളുടെ ഒരു പേടി. വേണോട്ടാ, എന്താ ഇനിയും വരാത്തെ? ഇങ്ങോട്ട് വന്നേ. എല്ലാരും അവിടെ കാത്തിരിക്കാ. വാ. എന്താ എന്ത് പറ്റി? വേണോട്ട് പറയാ സവേരയില് പാർട്ടി ഉണ്ടെന്ന്. ഇന്നെങ്ങനെയാ പോവാ? ഇന്നോ? അതെങ്ങനെ വേണോ? ഞാൻ അവരെയൊക്കെ വിളിച്ച് വരുത്തിരിക്കല്ലേ. എന്നോട് ചോദിച്ചിട്ടല്ലോ വിളിച്ചു വരുത്തിയത്. എല്ലാ കൊല്ലവും പതിവുള്ളതാ. രാവിലെ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ. ആ പരിഭ്രമത്തിനിടയില്. എല്ലാ കൊല്ലം പോലെ അല്ലേ കൊല്ലം? അതെന്താ ഈ കൊല്ലം അവളെന്റെ അനിയത്തെ അല്ലാതെ തീർന്നുണ്ടോ? നന്ദേണ്ട അനിയത്തി തന്നെയാ, പക്ഷെ എന്റെ ഭാര്യയും കൂടിയാ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ആവശ്യിക്കാം. ഇവിടെ അവിടെ എന്റെ എല്ലാ കൂട്ടുകാരും കൂടി വെയിറ്റ് ചെയ്യാ. എന്താ വേണത്? ഒരു ഫോൺ കോളിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. നമുക്ക് മറ്റൊരു ദിവസം നടത്താം. ഞങ്ങളും വരാം. നിങ്ങൾ വരുമോ വരാതിരിക്കുക, അതല്ല എന്റെ പ്രശ്നം. ഇന്ന് ഞാൻ അവർക്ക് കൊടുത്ത വാക്കാ. ഇന്നത്തേക്ക് അതൊന്ന് മാറ്റിവെക്ക്. ഞാനും വന്ന് സോറി പറയാം അവരോട്. ഞാൻ പറയുന്ന അനുസരിക്കാൻ ഇവിടെ സമ്മതിക്കില്ലല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. വേണു, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കാതെ. വാശി പിടിക്കണം ഞാനോ നന്ദേട്ടനോ? ഇവിടെ ഇത്ര ആളുകളെ വിളിച്ചു വരുത്തിയിട്ട്. അവിടെ ഞാൻ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാതിരി സൂട്ട് കോട്ട് ഇട്ടറില്ലെന്ന് മാത്രം. സാധാരണക്കാരാ. വന്നേ പോവാം. നന്ദ സമ്മതിക്കാണ്ട് ഞാൻ എങ്ങനെയാ വരുമോ? എടീ, എന്റെ ഭാര്യ കൊണ്ടുപോകാൻ എനിക്കാരുടെ സമ്മതമൊന്നും വേണ്ട. എന്താ വേണു ഇത്? നിങ്ങൾക്കും കൂടി വേണ്ടിയല്ലേ നന്ദേട്ടൻ ഇവിടെ പാർട്ടി നടത്തുന്നത്? ഞങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് എന്നോട് ചോദിക്കായിരുന്നു. നന്ദേട്ടൻ വലിയ ആളാണല്ലോ, മറന്നു പോയിട്ടുണ്ടാവും. വിവരെടുത്തിയോ? എടീ, ഞാൻ നിന്നോട് ചോദിക്കുന്നേ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഓഹോ, എനിക്ക് എന്റെ വാക്കും വലുതാ. നിനക്ക് ഇഷ്ടമുള്ളപ്പോ വരാം. അവിടേക്ക്, എന്റെ വീട്ടിലേക്ക്. വേണു, അവനെങ്ങനെ പിണക്കി അയക്കേണ്ടിയിരുന്നില്ല. അഹങ്കാര, ദുരഭിമാനം, കോംപ്ലക്സ്. ഞാൻ പറയുന്നതിനോടൊക്കെ എതിർക്ക, അത്ര തന്നെ. അവൻ പറയണേലും കാര്യമില്ലേ? എന്തോ? എന്നാ അവനോട് ഇറങ്ങി പോട്ടെ അവള്. താഴെ വന്നവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ ഞാൻ. അവനും ഇപ്പൊ അത് തന്നെയല്ലേ ചെയ്യേണ്ടി വരിക? ചെയ്താൽ എന്താ? അത് നന്ദേട്ടനും ആവാലോ. ഓഹോ, അപ്പൊ ചെയ്യാം. അങ്ങനെ അവിടെ രണ്ടാളും കല്യാണം കഴിഞ്ഞ് സ്വസ്ഥായാല് എനിക്ക് സമാധാനായിട്ടിരിക്കാം, അല്ല മരിക്കാം എന്ന് കരുതിയതാ. യോഗയില്ല. രാജഗോപാലിന്റെ അവിടെയും ജനാർദ്ദന്റെ അവിടെയും ഹോസ്റ്റലിലും ഒക്കെ അന്വേഷിച്ച് ഞാൻ എവിടെ എത്തിയിട്ടില്ല. ആസ്പത്രിയിൽ ആരൊക്കെ ഉണ്ട്? ആസ്പത്രിയില് നന്ദനും ഗൗരിയും ഉണ്ട്. അത് മാത്രം പോരല്ലോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന ആദ്യം വിചാരിച്ചു. അതും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ആകെ ബേജാറായിരിക്കും. മുമ്പൊക്കെ എത്ര വഴക്കിട്ട് പോയാലും രാത്രി ആവുമ്പോ വീട്ടിലെത്താതിരുന്നിട്ടില്ല. ഇതിപ്പോ രാവിലെ ആയിട്ടും വന്നൂലോ. പൂവാമ്പാടത്തെ കളപ്പുരയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അമ്മു ആസ്പത്രിയിലാ. നിന്നെയും കൊണ്ട് ചെല്ലാനാ ഞാൻ വന്നേ. എന്താ പിന്നെ ഇളകി അപസ്മാരം? നെയ്യ ശേഖരൻ നായർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ? വിവരം പറഞ്ഞു കഴിഞ്ഞില്ലേ? കുട്ടിയമ്മ പോക്കോട്ടെ. ആസ്പത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞത് കേട്ടില്ലേ? അതും കേട്ടു. പോണല്ലേ? ഇല്ല. അവിടെ അവളുടെ നന്ദൻ ഉണ്ടാവൂലോ. നീ ഇങ്ങനെ ആയാൽ എങ്ങനെയാ വേണു? കഷ്ടമാ.
ആവശ്യമില്ലാത്തടത്തേക്ക് കയറി ചെല്ലാതിരിക്കാനുള്ള വിവരമൊക്കെ എനിക്ക് അയച്ച. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. ആവശ്യമില്ലാത്ത ഇടമോ ഉള്ള ഇടമോ എന്നൊക്കെ പറയാൻ എനിക്കിപ്പോ അധികാരമില്ലല്ലോ. നീ വലുതായി പോയില്ലേ? അമ്മു ആശുപത്രിയിലാണെന്ന് കേട്ടിട്ടും എന്താ പോവാഞ്ഞേ? ആശുപത്രിയിലാവാൻ കാരണം ഞാനല്ല. ചിലപ്പോ ആണെങ്കിലോ? ഉപദേശിക്കാനുള്ള യോഗ്യതയോ അർഹതയൊന്നും എനിക്കില്ല. ഒരു കാര്യം പറയണം തോന്നുന്നു. ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ ഗുണദോഷിക്കാം, ശിക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറരുത്. ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അറിയില്ല. അതന്നെ ഞാൻ ആദ്യം പറഞ്ഞത്, അറിവില്ലാത്തോളാ ഞാനെന്ന്. എന്നാലും ഒരു പരിചയക്കാരി മാത്രമാന്ന് വെച്ചാലും ആശുപത്രി കിടക്കണമെന്ന് കേട്ട ഒന്ന് പോയി കാണില്ലേ? വെറുതെ എങ്കിലും. നോക്കാനവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അവരൊന്നും ഈ ആളാവില്ലല്ലോ. ഈ ആൾക്ക് ഈ ആള് തന്നെ വേണ്ടേ? എന്തിനാ വേണോട്ട് എന്നോട് പിണങ്ങിപ്പോയത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ഇറങ്ങിപ്പോയ ഉടനെ ഇവള് തലചുറ്റി വീണു. അപ്പ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി വേണോട്ടും വിളിച്ച എപ്പോ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഇപ്പൊന്നും പറയണ്ട, റെസ്റ്റ് എടുക്ക്. നന്ദേട്ടൻ വന്നില്ലേ? ഡോക്ടറെ അടുത്ത് പോയിരിക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടർ പറയണേ? നന്ദ, അത് ഡോക്ടർ ഇപ്പൊ എന്നോട് സംസാരിച്ചു. അമ്മു ഗർഭിണിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പ്രഗ്നൻസി അഡ്വൈസ് ചെയ്യില്ല. ഫിസിക്കലി വീക്കാണ് ആ കുട്ടി. പിന്നെ മെഡിക്കേഷൻ MTP ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. യു മീൻ അബോർഷൻ? യെസ്. അമ്മുന്റെ ആരോഗ്യത്തിന് അത് പ്രശ്നമാവുമെങ്കിൽ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. നീ എന്ത് പറയുന്നു? അമ്മ എന്ത് പറഞ്ഞു? ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടല്ലേ മോളെ? ഡോക്ടറല്ല, ആരും പറഞ്ഞില്ല സമ്മതിക്കില്ല. അറിയില്ലേ 4 പെണ്ണ് 3 ആണ് ഉണ്ടാവുന്ന കൈനോട്ടക്കാരി പറഞ്ഞത്. എന്നിട്ട് ആരും തന്നെ കൊല്ലുക. ഡോക്ടർ പറയുമ്പോ എന്താ അമ്മ ചെയ്യാ? ഡോക്ടർ പറഞ്ഞിട്ടല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടാകാൻ അസൂയ. നിനക്കെന്താ അമ്മു പറഞ്ഞാ മനസ്സിലാവാത്തത്? പറഞ്ഞ മനസ്സിലാവണൊക്കെ ഉണ്ട്. വേണ്ടോട്ടാ, സമ്മതിക്കരുത്. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ സമ്മതിക്കരുത്. സമ്മതിക്കോ വേണ്ടോട്ട. അമ്മുവിന് സമ്മതമില്ലെങ്കിൽ അങ്ങനെയെന്ന് വെച്ചാ എന്താ വേണു നീ വിവരക്കേട് പറയണേ? അവളുടെ ഹെൽത്തിന്റെ കാര്യല്ലേ? നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്ന വെച്ചിട്ടല്ല അമ്മു. എനിക്കൊന്നും ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിനെ കൊന്നാലോ? എനിക്കെന്തായാലും പറ്റ. എന്റെ കുഞ്ഞിനെ കൊല്ലരുത്. എന്നെ കൊല്ലരുത്. എന്നെ കൊല്ലരുത്. അമ്മു, 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 എന്തേത്? അമ്മു, ഇത് ഞാനാ. അമ്മു, എന്താ അമ്മു? എന്താ വേണു? അമ്മു, അമ്മു, അമ്മു ഞാനാ നന്ദന. ഞങ്ങളൊന്നും ചെയ്യില്ല നിന്നെ. അമ്മു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ, എന്നെ കൊല്ലാനാ, എനിക്കറിയാം. തൽക്കാലത്തെ ഷോക്കോൺ ഉണ്ടായതാവും വീണ്ടും അറ്റാക്ക്. ഗുളിക കണ്ടിന്യൂ ചെയ്യൂ. ഈ കണ്ടീഷനിൽ നമ്മൾ എന്താ ചെയ്യുക? അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന എന്റെ പേടി. അബോർഷൻ വേണ്ടെന്ന് വെക്കാം, അതേ വഴിയുള്ളൂ. 100% ഷൂറാക്കാനാണ് ഞാൻ അന്നത് പറഞ്ഞത്. നിർബന്ധം പിടിച്ച സംഗതി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അവളുടെ ഹെൽത്ത് ഓരോ നിമിഷവും ശ്രദ്ധയുണ്ടാവണം. വൈദ്യശാസ്ത്രത്തിനും അതീതമായി എന്തൊക്കെയുണ്ടെന്നല്ലേ പുതിയ തിയറി. വിശ്വാസങ്ങള്, മനസാന്നിധ്യം, ഇതൊക്കെ നമുക്ക് ശ്രമിക്കാം. എന്തായാലും എന്റെ അമ്മൂന് കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. നിങ്ങളിങ്ങനെ ഓടിപ്പടച്ചു വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടത്തെ കാലിനും കൈക്കും ഒരു തരിപ്പ്, ഇത്രയേ ഉള്ളൂ. സ്വാമി മാഷ് പറഞ്ഞിട്ടാ
ഞങ്ങളെ വിവരം അറിഞ്ഞത് അച്ഛൻ ആരെങ്കിലും പറഞ്ഞയക്കായിരുന്നില്ലേ? എന്തിനാ? അതിനും വേണ്ടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. രാധ വരലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. മരുന്നൊക്കെ പരമേശ്വരൻ ഡോക്ടറെ കൊണ്ടുവന്നു. കുറെ ഗുളികളൊക്കെ കഴിക്കണ്ട്. ആട്ടെ, അമ്മൂന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, പിന്നെ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് അവക്കൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വരിക വരിക, ഇരിക്കുക. മക്കളെ കണ്ടപ്പോ മാഷുടെ അസുഖമൊക്കെ പറന്നു അല്ലേ? അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരൊക്കെ പേടിച്ചു വന്നതാ. നന്ദൻ സാർ വന്നില്ലേ? ഇവിടെ ഇല്ല, ടൂറിലാണ്. 4-5 ദിവസം കഴിയും വരാൻ. മോളെ, അടുക്കളയിൽ രാധ ഉണ്ടാവും. ചായ എടുക്കാൻ പറയും. ആ. വേണു, ജോലിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രാധേ, ആ, ഞാൻ ചായയും കൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്നോട് ചിലത് മറച്ചു വെച്ചു നീ അല്ലേ? മറച്ചു വെക്കേ? അതെ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗൗരിയെടുത്ത് എന്താ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ശരിയും തെറ്റും പറയാ? അവനോ നീയോ നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്ന് വെച്ചാല്? ഓ, അതോ? അത് വേണൂട്ട് എന്തോ തെറ്റിദ്ധരിച്ചതാ. പഴയ ഒരു കാര്യം, ചെറിയൊരു കാര്യം. അതൊക്കെ എന്തിനാ നമ്മളിപ്പോ കുത്തിത്തെരഞ്ഞെടുക്കണേ? മോളെ, കുറെ കാലം കൂടിയിട്ട് ഇന്നാ എല്ലാരും ഒന്ന് ഒത്തുകൂടിയിരിക്കണം. ഇതൊന്ന് ആഘോഷിക്കണം. എന്നാ മാഷ് ഒരു ശ്ലോകം അങ്ങോട്ട് തുടങ്ങുക. അത് വേണ്ട, രാധ ചൊല്ലട്ടെ. ചില കീർത്തനങ്ങൾ ഇവള് ചൊല്ലുന്നത് ഈയിടെ പിന്നെയും കേട്ടു ഞാൻ. അസലായിട്ട് ചൊല്ലും. എന്നാ അങ്ങനെ ആവട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട. അത് പറ്റില്ല. വേണുവിനും ഗൗരിക്കും മടങ്ങേണ്ടതാ. ഈ കുട്ടികൾക്കൊക്കെ എന്താ പറ്റിയത്? വലുതാവുമ്പോ സംഗീതവും സന്തോഷവും ഒക്കെ ഇവരെ വിട്ടുപോവുകയാണ്. പോയതാണല്ലോ. എനിക്ക് എന്റെ കുട്ടികൾക്ക് ആരുമില്ല. ഭഗവതി വിളിച്ച പോലെ മുഖത്തെഴുത്ത് കഴിഞ്ഞ് മുടി വെക്കാൻ തുടങ്ങായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾക്കുള്ള ഏർപ്പെടുന്ന ചെയ്തോളൂ. ചിരിക്കൊന്നും വേണ്ട. അമ്മക്കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും. ഭഗവതി കൽപ്പിച്ചതാ എന്നോട്. വേണൂട്ടിന് ഇവിടെ വല്യമ്മേ? കാപ്പി കുടിക്കണു, വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞ് നിക്കുക. വേണൂട്ട് പുറത്തേക്ക് പോരുത്. പോവരുതെന്ന് പറഞ്ഞ് കേട്ടില്ലേ? നിന്റെ പുന്നാരം കേട്ടിരുന്നാലേ അച്ഛന് സുഖിലാന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു തുടങ്ങ. പോകരുത് വേണൂട്ട. ഞാൻ പരമനെ കണ്ടു. വേണൂട്ടിന് ആപത്ത് വരുമെന്ന് പരമ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. വേണൂട്ട് അറിയില്ലേ, എന്റെ കൈരേഖയും വെള്ളച്ചിന്റെ കൈരേഖയും ഒരുപോലെ. അതിന് സ്വപ്നം സത്യവും. എന്റെ തലയിൽ ഗവളിയും വീണ്ടും വേണൂട്ട. നിനക്ക് അങ്ങനെ പല വിഡിത്രവും മട്ടത്രവും ഒക്കെ തോന്നാം. സയൻസ് ആകാശം കിടന്ന് അപ്പുറത്തേക്കാ. അതിന്റെ ഇടയിൽ അവളുടെ രേഖാശാസ്ത്രവും ഗൗളിശാസ്ത്രവും. ഇന്ന് പോകരുത് വേണൂട്ട. ഞാൻ മാറിക്കുന്നു. എനിക്ക് കയ്യിന്ന് വിടുന്നു. വേണൂട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആ ഫോൺ വന്നു പറഞ്ഞു. പോണ്ടെന്ന് പറ, എനിക്ക് പേടിയാ. നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ? വെള്ളച്ചിന് വിധിയാവും എനിക്ക്. വേണൂട്ട് ആപത്ത് പറ്റും. ഒന്നുമില്ലെന്ന് വേണു. അച്ഛനെ ഞാൻ കൊണ്ടുപോകാൻ ഡോക്ടറെ അടുത്തേക്ക്. അതാവാം, പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്തൊരു വാശിയാ വേണത്? വാശി എങ്കിൽ വാശി. അവിടെ ഒരാൾ ആരോരും ഇല്ലത് അനാഥായിട്ട് കഴിയാ. ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ പോണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവളോട് വിഷമിക്കാനൊന്നും. എന്നല്ല, അമ്മ ഇപ്പൊ ഒരു ഷോക്കിന്ന് റിലീവ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഞാൻ ആരാ? ആരാ നന്ദട്ടാ? ഇവളുടെ ഭർത്താവാകും നിങ്ങളുടെ വളർത്തുമൃഗോ? തോന്നുമ്പോ കെട്ടിടാനും തോന്നുമ്പോ അഴിച്ചുവിടാനും. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇന്നത്തേക്ക് ഒരു ദിവസം നീ ഇവിടെ നിൽക്ക്. ഇവളുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അല്ലേ? നന്ദേട്ടൻ ഇത്രയും പഠിപ്പും വിവരമുള്ള ആളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ? ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല വേണു, അമ്മൂന്റെ മനസമാധാനത്തിന്റെ കാര്യ. അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം തനിയുണ്ടാവും. അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അത് മറന്ന ഞാനല്ല.
പോയില്ലേ നന്ദ? ഞാൻ പറഞ്ഞൊക്കെ സത്യവും. ഗൗരിയടുത്തമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞ സത്യമില്ലേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ സത്യമില്ലേ? ഒക്കെ സത്യവും നന്ദ, ഒക്കെ സത്യവും. എനിക്ക് പേടിയാവുന്നു. രാധ വെറുതെ പരിഭ്രമിച്ച് വിളിച്ചതാ. രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചുറ്റൽ. വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു. അടുത്ത ആഴ്ച ഏതായാലും ഡോക്ടറെ കാണണം. അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയിരിക്കുക ഡോക്ടറെ കാണാൻ. കെഞ്ചി പറഞ്ഞതാ ഞാൻ അവനോട്. ഇവിടെ ഒന്ന് ഞാൻ അന്വേഷിച്ചോളാന്നും പറഞ്ഞു. എന്നിട്ട് എന്തോ ഒരു വാശി പോലെ. ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു. നന്ദൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ അവനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒന്നാമത് ചെറുപ്പം, രണ്ടാമത് കുറച്ച് അഭിമാനിയും. അച്ഛൻ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. കഴിഞ്ഞ 10-18 വർഷമായിട്ട് എന്റെ ജീവിതം എന്ന് വെച്ചാൽ അമ്മ മാത്ര. ഇക്കണക്കിന് പോയാ അവളെ വല്ല മെന്റൽ ഹോസ്പിറ്റലും. ആ വീട് ഏതായാലും അവർക്കുള്ളതാ. ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക. അവർക്കൊരു ശല്യമായിട്ട് ഞാനും ഗൗരി അവിടെ ഉണ്ടാവില്ല. ആ വിഷമം വേണ്ട അവന്. ഇനി അവരായി, ആ വീടായി, അവരുടെ ജീവിതമായി. അവനത് ആവില്ല ചിലപ്പോ ആഗ്രഹിക്കുക. ഇവിടെ എന്റെ കൂടെ നിൽക്കാനാവും. അതും എനിക്കറിയാഞ്ഞിട്ടല്ല. ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റാന്ന് വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ഞാൻ എന്താ ചെയ്യ? ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അവിടെ വന്ന് താമസിക്കാൻ കുറച്ചു ദിവസം. എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനുണ്ടാവില്ല. അച്ഛനോടെ പോയി? ദാ ഇപ്പൊ പോയതേ ഉള്ളൂ. പോവേ? എങ്ങട്? ഗൗരിയടുത്ത് നന്ദേട്ടനും വന്നിരുന്നു. ഓ, അപ്പോ അച്ഛനെ? അതെ, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അനിയത്തിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടണമെന്നും പറയാ അയാള്. എന്തിനാ വേണോട്ടെ വെറുതെ വഴക്കിനൊക്കെ പോണത്? വേണ്ട, ഉപദേശങ്ങളൊന്നും വേണ്ട. തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിരിക്കണു ഞാൻ. താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ. താനാ എന്നെ നിലയിലെത്തിച്ച്. അല്ലെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എവിടെ നന്ദോപാൽ IAS? എന്റെ ജീവിതം തുലയ്ക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ജീനിയസ്. സന്തോഷമായില്ലേ ഇപ്പോ? സന്തോഷമല്ല, സമാധാനം. നിങ്ങൾ ഒരുത്തനെതിരൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത. നീ എന്തൊക്കെയാ വേണു ഈ പറയുന്നേ? ഞാൻ പറയുന്നതിലാണ് കുറ്റം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് എൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. നീ ഇവിടെ ഇരിക്കെ, സമാധാനമായിട്ട് സംസാരിക്കാം. ഓ, നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ്, നിങ്ങൾക്ക് മാത്രം തിരക്ക്, എല്ലാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ ചെറ്റകളാണല്ലോ അല്ലേ? വേണു, ലോകത്തിൽ വേറെ ആർക്ക് അനീത്തിമാരില്ലല്ലോ. ആദ്യം അനീത്തിയുടെ പേരും പറഞ്ഞ് എന്റെ ഏടത്തി അടിമയാക്കി, പിന്നെ എന്നെ, ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ. എന്നെ ആരും നിർബന്ധിച്ചു കൊടുക്കണമല്ല. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് ഞാനാ പറഞ്ഞത്. പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട്. നന്ദേട്ടാ, എന്നും മന്ദിരത്തിൽ കൊളുത്താറുള്ള ഒരു അസ്ഥിത്തറ ഉണ്ട് അവിടെ. എന്റെ അമ്മയുടെ അസ്ഥിത്തറ. അത് നിങ്ങൾ പനാതാക്കിയില്ലേ? വേണു, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ? ഇത് നിങ്ങളുടെ വീടാണ്. ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല. ഓ, ഈ മണിമാളി കണ്ട് ഞാനങ്ങ് മയങ്ങിന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിനക്ക്. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങളുടെ നിൽക്കുന്ന പെങ്ങളുണ്ടല്ലോ അവൾക്കാ ഭ്രാന്ത്. അതും സ്വയം ഉണ്ടായതല്ല, നിങ്ങൾ ഒരുത്തൻ ഉണ്ടാക്കി വെച്ചതാ. സ്വാർത്ഥത കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേങ്ങി നടക്കണമല്ലോ നിങ്ങൾക്ക്. വേണു, നീ ആരോട് സംസാരിക്കുന്നെന്നറിയോ? അറിയാം, നിങ്ങളുടെ എന്റെ ഏടത്തിയുടെ ഭർത്താവിനോട്, വലിയ IAS കാരനോട്. അതുമല്ല, നിരൂപകൻ, കാർട്ടൂണിസ്റ്റ്, കവി, ക്രാന്തദർശി. വേണു, പേടിപ്പിക്കണ്ട. ഞാൻ എന്റെ ഭാര്യമാളെ വിളിച്ചോണ്ടവനെ വന്ന്. നിന്റെ ഇഷ്ടത്തിന് നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തെ ഞാൻ വിട്ടുതരില്ല. നിങ്ങൾ വിട്ടു തരണ്ട. അല്ലാതെ തന്നെ അവളെ കൊണ്ടുപോകാൻ എനിക്കറിയാം. മാന്യമായി പോറ്റാനും അറിയാം. പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്ന നിങ്ങൾ ഒരു വിഡ്ഢിയാണ്. IAS കാരനല്ലെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. വാ, വാ. വേണ്ട വേണുട്ടാ, നമുക്ക് എവിടെ പോണ്ട, ഇവിടെ തന്നെ നിൽക്കാം. വരാനല്ലേ വേണോ? വേണുട്ടാ, അവളുടെ സമ്മതമില്ലാതെ നീ അവളെ എവിടെയും കൊണ്ടുപോവില്ല. അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഓ, അനുജത്ത് നിങ്ങളുടെ സ്വന്തം. എനിക്ക് യാതൊരു അവകാശമില്ലല്ലോ. പക്ഷെ എനിക്ക് അവകാശപ്പെട്ട ഒരു ജീവൻ ഈ വീട്ടിലുണ്ട്. അത് ഞാൻ കൊണ്ടുപോകും. ആരെതിർത്താലും ആര് തടഞ്ഞാലും. നിങ്ങളുടെ അനിയത്തെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിടില്ല.
നിങ്ങൾക്കേ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി ഞാൻ ആരെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് വരില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക് വേണ്ട. പോയി നന്ദ, പോയി വിളിക്ക് നന്ദ. നന്ദ പറഞ്ഞാലും വേണ്ടിട്ട് വരൂ. പോ നന്ദ, നന്ദ പോ നന്ദ, പോ നന്ദ, നന്ദ പോ, പോ നന്ദ, പോ നന്ദ. നിൽക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഐ എം സോറി വേണു, പ്ലീസ്. അമ്മു അവിടെ കരയാണ്. പ്ലീസ് കം ബാക്ക് വേണു, പ്ലീസ്. ഐ എം സോറി. ഞാൻ മാപ്പ് ചോദിക്കാം, പോരെ? വേണു വണ്ടി. കൊന്നില്ലേ എന്റെ അനിയനെ? കൊന്നില്ലേ നന്ദേട്ടാ? എന്റെ വേണുവിനെ കൊന്നില്ലേ? സ്വന്തം അനിയത്തെ സ്നേഹിച്ച് സ്നേഹിച്ച് എന്റെ അനിയനെ കൊന്നില്ലേ നന്ദേട്ടാ? ഒന്നും പറയണ്ട. ഇത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ എന്റെ വേണു എന്ത് തെറ്റാ ചെയ്തത്? അമ്മോ, പോണ്ട മോളെ. തൃപ്തിയായില്ലേ? എല്ലാം നശിപ്പിച്ചപ്പോ സമാധാനായില്ലേ നിങ്ങൾക്ക്? മോളെ, ഞാനില്ല, ഞാൻ എങ്ങോട്ടുമില്ല. ഈ മുഖം എനിക്കിനി കാണാൻ വേണ്ട. ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല. എന്താ എന്താ എന്താ? സാറ് ഈ വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പുഴയിലൊരു സ്ത്രീയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താല്
കുട്ടിമാവ ചെന്ന് നോക്ക്. എനിക്ക് കാണാൻ വയ്യ അവളെ. ഒളിച്ചിരിക്കുന്ന മുഖമാണ് എന്റെ മനസ്സിൽ. മാറേ മാറേ. എല്ലാരും എന്നെ ശപിക്കണേ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ. ഒക്കെ ഒരു തെറ്റിദ്ധാരണ. നന്ദൻ സ്വയം ശിക്ഷയും വിധിച്ചു. അതിന്റെ പേരിൽ എന്റെ മോളെ കരയാത്ത ദിവസം ഉണ്ടായിട്ടില്ല. നന്ദന്റെ അനിയത്തിയും. എന്റെ അമ്മോ, എവിടെ ഞാൻ അവളെ? എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും അവളും. അത് നടത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരും. നന്ദൻ ഇപ്പോഴും വാശിയിലായിരിക്കും. ഞാൻ കുറ്റം പറയില്ല. ഉപേക്ഷിച്ചു പോകൽ എളുപ്പമാണ് ആർക്കും. ഞാൻ ആരാ ഇതൊക്കെ പറയാൻ? എന്റെ ഗൗരി കണ്ണീര് കുടിച്ച് കഴിയുന്നത് കണ്ടപ്പോ നന്ദാ, അമ്മ എവിടെ ഉണ്ടെന്ന് മനസ്സിലായി നന്ദാ. സ്വാമിമാഷ് കണ്ടുന്ന്. രാമേശ്വരത്തുണ്ട്, ഞാൻ കണ്ടു. എന്നിട്ട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി, വരണില്ലാന്ന്. നീണ്ട 1.5 വർഷക്കാലം എങ്കിലും എനിക്കറിയായിരുന്നു ഏട്ടൻ വരുമെന്ന്, കൂടെ ഗൗരിയെടുത്തമ്മ ഉണ്ടാവുമെന്ന്. എന്റെ മനസ്സിൽ ആരോ പറഞ്ഞു. ആരുമല്ല, വേണോട്ടൻ തന്നെയാവും എന്റെ മനസ്സിലിരുന്ന് പറഞ്ഞത്. എന്തെന്നായാലും നന്ദേട്ടനെ ഉപേക്ഷിക്കില്ലെന്നും എനിക്കറിയായിരുന്നു. എന്നാലും മോളെ ആരോടും പറയാതെ ഇങ്ങനെ. ആരോട്? ഈ ഗൗരി എടുത്തമ്മയോടോ? ഞാനും വരാന്ന് പറയും എടുത്തമ്മ, കൂടെ കുട്ടിയമ്മയും കൂട്ടാന്ന് പറയും. അപ്പോഴും ഏട്ടന്റെ അജ്ഞാതവാസം അവസാനിക്കില്ലല്ലോ. കുട്ടിമാമ ഒന്ന് പറഞ്ഞപ്പോ, നിന്നെ കാണാനുണ്ടായെന്ന് കേട്ടപ്പോ, വേണോട്ടിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വിവരദോഷം കൊണ്ടാവാം. ജീവിച്ചിരുന്ന കാലം മുഴുവനും വേണോട്ടിനെ ഉപദ്രവിച്ചിട്ടുള്ളൂ ഞാൻ. എന്നിട്ടും വേണോട്ടിന് എന്നെ വെറുത്തില്ല, കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തത്. ഇനി വേണോട്ടിന് വേണ്ടിയുള്ള അവസാന കർമ്മം കൂടി ചെയ്യണം. മോളെ കൊണ്ട് ചെയ്യിക്കണം. അതും കൂടെ കഴിഞ്ഞ സമാധാനമായി. ഇനി വേണോട്ടിന് വേണ്ടി അതൊന്നില്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അന്നത്തെ സങ്കടം കൊണ്ട് ഞാൻ ഏട്ടനോട് എന്തൊക്കെയോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. തെറ്റാണ്, അല്ല തെറ്റുപോലുമല്ല, പാവമാണ്. ഏത് പാപത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ല ഏട്ടാ. എന്റെ മോൾ ഒരു പാവവും ചെയ്തിട്ടില്ല. ഏട്ടന് ഒരു വിഷമമില്ല, ഒരു വിഷമമില്ല. അമ്മാ വാങ്ങോ, വന്ന് ഉക്കാറുങ്കോ. ഇനി മോളെ വളർത്തണം നമുക്ക്. എന്നെ വളർത്തിയ പോലെ എന്നെ നിറയെ സ്നേഹം കൊടുത്ത്. മമ ഗോത്രസ്യ ശിവഗോത്രസ്യ വേണുഗോപാലൻ അയം പിണ്ടസുധാ நமஹ ஜாயம் பலி நமஹ. இந்த அஸ்தி எடுத்துட்டு போய் மகாசமுத்திரத்துல கரைச்சிட்டு ஸ்நானம் பண்ணிட்டு வாங்கோ. வேணுகோபாலன் ஆத்மசாந்தி நமஹ, தாகசாந்தி நமஹ, தாகசாந்தி நமஹ. അമ്മോ, അധികം ദൂരത്തേക്ക് പോകണ്ട.
ഞാൻ പഴയ അമ്മല്ല. ഏട്ടനൊട്ടും പേടിക്കണ്ട. മതി, അവിടെ നിന്ന് അറിഞ്ഞോളൂ. അമ്മു മതി, അവിടെ നിൽക്ക്. നന്ദ നന്ദ എന്റെ അമ്മു